ഓക്കെ. നമുക്ക് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് 2 ടൈപ്പ്. നമ്മൾ വേരിയബിളിൻ്റെ കേസിൽ നമുക്ക് 2 ടൈപ്പ് ഉണ്ട്. അപ്പോൾ ഒന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഇപ്പോൾ ഞാൻ x ഈക്വൽ ടു 10 കൊടുത്തു, എന്നിട്ട് അത് കഴിഞ്ഞ് y ഈക്വൽ ടു 20 കൊടുത്തു, z ഈക്വൽ ടു x പ്ലസ് y കൊടുത്തു. ഇവിടെ വന്നിട്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാം, എനിക്ക് x ഈക്വൽ ടു ജാഫർ എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും, അല്ലെങ്കിൽ x ഈക്വൽ ടു അപ്കോഡ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റും. ഓക്കെ. എന്നിട്ട് ഇവിടെ ഞാൻ പ്രിന്റ് എക്സ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കുകയാണ്. ഞാൻ എക്സിക്യൂട്ട് ചെയ്യാണ്. നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, ആദ്യം എക്സ് എന്നുള്ളത് വെച്ചു അരിത്മെറ്റിക് ഓപ്പറേഷൻ എല്ലാം നടത്തി, എന്നിട്ട് അതിൻ്റെ സെഡ് എല്ലാം പ്രിന്റ് ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം ഞാൻ എക്സിൻ്റെ വാല്യൂ അപ്കോഡ് ആക്കിയിട്ട് മാറ്റി. നേരത്തെ പറഞ്ഞ പോലെ മെമ്മറി ലൊക്കേഷനിൽ എക്സിൻ്റെ ലൊക്കേഷനിൽ പോയിട്ട് അപ്കോഡ് എന്നുള്ളതാക്കിയിട്ട് മാറ്റും. എന്നിട്ട് നമ്മൾ പ്രിന്റ് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ വാല്യൂ എടുത്തിട്ട് പ്രിന്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇവിടെ എക്സിന് നമ്പറേ പറ്റൂ, അതിന് സ്ട്രിങ് പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. എന്ത് വേരിയബിൾ ആണെങ്കിലും ആ വേരിയബിൾ എന്ത് ഡാറ്റ ടൈപ്പ് വേണമെങ്കിലും സ്റ്റോർ ചെയ്യാൻ പറ്റും. ഇങ്ങനെയുള്ളതിനാണ് നമ്മൾ ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് പറയുന്നത്. ഡൈനാമിക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് ഒരു വേരിയബിളിന് ഇപ്പോൾ ഞാൻ ആദ്യം നമ്പറാണ് കൊടുത്തത്, പിന്നീട് ഞാൻ ഡബിൾ കോട്ട്സ് എല്ലാം വെച്ചുള്ള സ്ട്രിങ് ഡാറ്റ ടൈപ്പാണ് കൊടുത്തത്. ഇതിന് എന്ത് കൊടുത്തു കഴിഞ്ഞാലും ഇതിന് പ്രശ്നമില്ല, രണ്ടാണെങ്കിലും ഇത് അക്സെപ്റ്റ് ചെയ്യും. ഓരോ പ്രാവശ്യം ലൈൻ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ എന്ത് വാല്യൂ ആണോ കിട്ടുന്നത് അത് മെമ്മറിയിൽ അങ്ങ് സ്റ്റോർ ചെയ്യും, അത്രയേ ഉള്ളൂ. ഇനി നമ്മൾ ഈ C++ഓ അല്ലെങ്കിൽ ജാവ അല്ലെങ്കിൽ .NET പോലത്തെ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ എടുക്കുകയെന്നുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റില്ല. നമ്മളൊരു വേരിയബിൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ പറയണം ഇതിന് ഇൻറ്റിജർ ആണോ അതോ ഇപ്പോൾ ഒരു സ്ട്രിങ് ഡാറ്റ ടൈപ്പ് ആണോ, അങ്ങനെയുള്ള നമ്മൾ പറഞ്ഞു കൊടുക്കണം. അങ്ങനെ പറഞ്ഞു കൊടുത്തിട്ട് നമുക്ക് ആ ഡാറ്റ ടൈപ്പ് മാത്രമേ അതിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. അതല്ലാത്ത വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പ് സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എറർ അടിക്കും. അതിൽ പിന്നെ ഒരു സ്ട്രിങ്ങിനെ നമ്പർ ആക്കാൻ പറ്റുന്നില്ല, നമ്പറിന് സ്ട്രിങ് ആക്കാൻ പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞിട്ടുള്ള, ടൈപ്പിനെ മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള എറർ അടിക്കും. അപ്പോൾ ഈ ഡൈനാമിക് ടൈപ്പിംഗ് കൊണ്ട് പിന്നെ സ്റ്റാറ്റിക് ടൈപ്പിംഗ് ഉണ്ട്. സ്റ്റാറ്റിക് ടൈപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആദ്യം തന്നെ അതിൻ്റെ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അതിനാണ് നമ്മൾ സ്റ്റാറ്റിക് ടൈപ്പിംഗ്. അപ്പം ഡൈനാമിക് ടൈപ്പിംഗ് പ്രോഗ്രാമിംഗ് ലാംഗ്വേജസിൻ്റെ എക്സാമ്പിളാണ് ഒന്ന് പൈത്തൺ. ഓക്കെ. അതേപോലെ സ്റ്റാറ്റിക് ടൈപ്പിൻ്റെ എക്സാമ്പിളാണ് സിയും C++ഉം .NET ജാവയുള്ള അതിൻ്റെ എക്സാമ്പിളാണ്. അതിലെല്ലാം നമ്മൾ ഡാറ്റ ടൈപ്പ് പറഞ്ഞു കൊടുക്കണം. അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കുക, പൈത്തണിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ വേരിയബിൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പം ബൈ മിസ്റ്റേക്ക്, ശരിക്കും ഞാൻ ഇതിൽ ശരിക്കും നമ്പറിന് വേണ്ടി പ്ലാൻ ചെയ്തായിരുന്നു, ബൈ മിസ്റ്റേക്ക് താഴെ പോയിട്ട് സ്ട്രിങ് ആക്കി മാറ്റിയതാണ്. അപ്പോൾ അങ്ങനെയെല്ലാം വരാൻ സാധ്യതകളുണ്ട്. ഡൈനാമിക് ടൈപ്പിംഗ് ആണെന്നുണ്ടെങ്കിൽ അതിൻ്റെതായ അഡ്വാൻറ്റേജസ് ഉണ്ട്, അതിൻ്റെതായ ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതിൻ്റെ ഒരു മെയിൻ ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഇതുപോലെ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ബൈ മിസ്റ്റേക്ക് ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ ഒരു 500 ലൈൻ ഓഫ് കോഡ് ഉള്ളതാണ്. 500 ലൈനിൽ ഞാൻ ആദ്യത്തെ ലൈനിൽ ഇതിനെ നമ്പർ ആക്കിയിട്ട് ഞാൻ ഇനിഷ്യലൈസ് ചെയ്തു, വാല്യൂ എല്ലാം ചെയ്തു. എന്നിട്ട് ബൈ മിസ്റ്റേക്ക് ഞാൻ ആ വേരിയബിൾ നെയിം പ്രോപ്പർ വേരിയബിൾ നെയിം ആയിരുന്നില്ല, ഇതേപോലെ എക്സും വൈ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അറിയില്ല അത് എന്ത് പർപ്പസിനാണുള്ളത് എന്നുള്ളത്. ഞാനിപ്പം കൊടുക്കുന്നത് ഏജ് എന്നൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവും ഏജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ അതിൽ വരാൻ സാധ്യതയുള്ളൂ എന്നുള്ളത്. അതിന് പകരം ഞാൻ ബൈ മിസ്റ്റേക്ക് ഇതേപോലെ എക്സും വൈ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ വേരിയബിൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് വല്ല സ്ട്രിങ്ങിനുള്ള വേരിയബിളാണെന്ന് വിചാരിച്ചു ഞാൻ അതിൻ്റെ സ്ട്രിങ് വാല്യൂ സ്റ്റോർ ചെയ്ത് കഴിഞ്ഞാൽ താഴെ പോയിട്ട് എന്തെങ്കിലും ഫംഗ്ഷൻ വിളിക്കുമ്പോൾ എറർ അടിക്കും. അപ്പോൾ അതെല്ലാം റൺ ടൈമിലെ നമുക്ക് എറർ വരുള്ളൂ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ കമ്പൈലർ ടൈപ്പ് അല്ല, ഷെഫ് നേരത്തെ എല്ലാം റെഡി ആക്കിയിട്ട് വെച്ചിട്ടല്ല, എല്ലാം നമ്മൾ എപ്പോഴാണ് പ്രിപ്പയർ ചെയ്യേണ്ടത് അപ്പോഴേ നമ്മൾ ഇതെല്ലാം നോക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഇതേപോലത്തെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ അത് റൺ ടൈമിൽ, ആപ്ലിക്കേഷൻ റൺ ചെയ്യുന്ന സമയത്താണ് നമുക്ക് അതിൻ്റെ എറർ കിട്ടുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, ഡൈനാമിക് ടൈപ്പിംഗ് ആണെങ്കിൽ നമ്മൾ കുറച്ച് നോക്കിയിട്ട് വേരിയബിൾ നെയിമെല്ലാം കൊടുക്കുന്നതെല്ലാം നല്ലോണം നോക്കിയിട്ട് തന്നെ നമ്മൾ വേരിയബിൾ നെയിമും കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് തന്നെ കൊടുക്കണം. ഓക്കെ. ജാവാസ്ക്രിപ്റ്റെല്ലാം ഇതേപോലെ ഡൈനാമിക് ടൈപ്പിൽ വരുന്നതാണ്. അതിലുള്ള നമുക്ക് ഇതേപോലെ വേരിയബിൾ ഡിക്ലെയർ ചെയ്ത് താഴെ പോയിട്ട് അതിൻ്റെ വാല്യൂ വേറെ ഏതെങ്കിലും ഡാറ്റ ടൈപ്പെല്ലാം ആക്കിയിട്ടെല്ലാം കൊടുക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഓക്കെ. ഇപ്പോൾ ഇവിടെ നമ്മൾ ഈ 10, 20 അതെല്ലാം പറയുന്ന നമ്പർ എന്ന് പറയുന്ന ഒരു ഡാറ്റ ടൈപ്പാണ്. പിന്നെ ഇവിടെ നമ്മൾ ഡബിൾ കോട്ട്സിൽ നമ്മൾ കൊടുക്കുന്നത് നമ്മൾ സ്ട്രിങ് എന്ന് പറയുന്ന ഡാറ്റ ടൈപ്പ് എന്ന് വിളിക്കുക, സ്ട്രിങ് എന്നതിൻ്റെ പേര് വിളിക്കുക. അപ്പോൾ നമ്മളത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അടുത്ത സെഷനിൽ നോക്കും. അപ്പോൾ ഇങ്ങനെ പൈത്തൺ എന്ന് പറയുന്ന ഡൈനാമിക് ടൈപ്പ് സപ്പോർട്ട് ചെയ്യുന്ന ലാംഗ്വേജ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യണം, വേരിയബിൾ നെയിമെല്ലാം കൊടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിച്ച്, ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണെങ്കിലും വേരിയബിൾ നെയിം പ്രോപ്പറായിട്ട് തന്നെയാണ് കൊടുക്കേണ്ടത്. ഇതുപോലെ ഡൈനാമിക് ടൈപ്പ് ഉള്ളതിനാണെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ നമ്മൾ കെയർ ചെയ്യണം. ഓക്കെ.